നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലവാമിങ്കർ. ഞാൻ ഹാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ ഓൾറെഡി കണ്ടല്ലോ. എൻ്റെ ടോപ്പ് 4 ആയിട്ടുള്ള മാസ്ക് എന്ന് പറയാൻ പറ്റില്ല, DIY ഐറ്റംസ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി രണ്ടെണ്ണം ഞാൻ റീൽസ് വഴി ഷെയർ ചെയ്തതാണ്. പക്ഷെ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. പ്ലസ് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യമൊക്കെ നമ്മളിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അധികം സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം നമ്പർ 1 ഐ മാസ്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇനി ഐ മാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ മറ്റേ അണ്ടർ ഐ ഡാർക്ക്നെസ് പോക്കാനുള്ള സാധന പറഞ്ഞിരുന്നത്. ബിക്കോസ് അതൊന്നും ചെയ്യില്ല. ബട്ട് ദിസ് ഇസ് മോസ്റ്റ്ലി ഫോർ നിങ്ങൾക്ക് പഫി ആയിട്ടുള്ള ഐസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ദിസ് ഇസ് ഫോർ പഫി ഐസ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് ഒരു കുക്കുംബർ മാത്രം. കുക്കുംബർ നല്ലോണം ഇവിടെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, നല്ലോണം കണ്ടോ. കുക്കുംബർ എടുക്കുക, നല്ലോണം സ്ക്രബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു വാട്ടർ കളക്ട് ചെയ്തിട്ട് ആ വാട്ടറിൽ നിങ്ങളുടെ അടുത്ത് കോട്ടനോ അല്ലെങ്കിൽ ഇവൻ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ പോലും അതിനൊന്ന് ഫോൾഡ് ചെയ്തൊരു 4 പീസ് ആയിട്ട് 4 തവണയൊക്കെ മടക്കി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല സൈസ് ആവുമല്ലോ. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് കണ്ണിൽ വെക്കുക. നിങ്ങൾക്ക് പഫി ഐസ് ഉണ്ടെങ്കിൽ അതിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ നമ്മളിപ്പം ഇപ്പോൾ വെഡ്ഡിങ്സും അങ്ങനെ എന്തെങ്കിലും ഇവൻ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വന്ന് ലേറ്റായിട്ട് കിടന്നുറങ്ങി രാവിലെ പെട്ടെന്നൊക്കെ എണീക്കുമ്പോൾ നമുക്ക് അണ്ടർ ഐസ് ഭയങ്കര പഫി ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു സോർനെസ് ഫീൽ ചെയ്യില്ലേ കണ്ണിന്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ബേസിക്കലി ഇതിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുക. എനിക്കറിയാപ്പോൾ നിങ്ങൾ ചോദിക്കും കുക്കുംബർ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വെച്ചാൽ പോരെ. പക്ഷെ അത് വെച്ച് നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. കുക്കുംബർ മാത്രം വെച്ചാൽ അതിൻ്റെ അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടില്ല. പക്ഷെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് കൂളിംഗ് എഫക്റ്റ് കുറച്ചും കൂടി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊരു 5 മിനിറ്റ്സ് തന്നെ കീപ്പ് ചെയ്താൽ മതി. ലൈക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു സംഭവമാണ്. എനിക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുക. അണ്ടർ ഐ ഡാർക്ക്നെസ്സിനുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്പർ 2 ഡീടാൻ മാസ്ക് ആണ്. ഞാനിപ്പോൾ റീസെൻറ്റ് ഫൈൻഡ് ആണ് സത്യം പറഞ്ഞാൽ ഇത്, ആൻഡ് ഐ ലവ് ഇറ്റ്. ഇത് ആക്ച്വലി നമ്മൾ സാൻഡൽവുഡ് പൗഡർ വാങ്ങുക. അത് വെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി വെച്ചിട്ടോ അതല്ലെങ്കിൽ മിൽക്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ലൈക്ക് ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തത് ആബ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡറാണ്. ഇറ്റ്സ് വെരി ലൈക്ക് അഫോർഡബിൾ ആണ്, പ്ലസ് ലൈക്ക് നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് ആബ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നോർമലി യൂസ് ചെയ്യുന്ന ലൈക്ക് വേറെ ബ്രാൻഡ്സിൻ്റെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ലൈക്ക് ഐ എം വെരി സ്കെപ്റ്റിക്കൽ. കാരണം എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പ്രോഡക്റ്റും പറ്റും. എനിക്ക് ചെറിയൊരു പേടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാസ്ക് ഒക്കെ ലൈക്ക് ഇങ്ങനത്തെ പൗഡേഴ്സ് വാങ്ങും. ഞാൻ ആദ്യമൊക്കെ മുൾട്ടാനി വിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്കത് അത്ര ഇഷ്ടമാവാൻ തുടങ്ങിയില്ല. ലൈക്ക് എനിക്ക് അതിനോടുള്ള ഇഷ്ടം പോയി. ഓക്കെ, അങ്ങനെ ഞാൻ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡേഴ്സ് ട്രൈ ചെയ്തത്, ആൻഡ് അവരുടെ ബീട്രൂട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ സാൻഡൽവുഡ് ഇസ് ഓൾസോ ഗ്രേറ്റ്. ഫ്രഞ്ച് ക്ലേ മാസ്ക് ഇസ് ഓൾസോ വെരി ഗുഡ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര മൈൽഡാണ്. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മളിപ്പം ആ ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് നമുക്ക് കിട്ടുക. സോ അങ്ങനെ ഒരു മോശം എഫക്റ്റ്, സ്റ്റിങ്ങി എഫക്റ്റ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ഇച്ചിനെസ് ഒന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഷുവർ എനിക്കില്ലാത്ത സ്ഥിതി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. ബിക്കോസ് എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ സ്കിന്നിന് താങ്ങാൻ പറ്റുമെങ്കിൽ മറ്റുള്ള എല്ലാ സ്കിന്നിനും താങ്ങാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ മെയിൻലി ഇതാണ് ഡീടാൻ മാസ്ക്. ഞാനിത് സത്യം പറഞ്ഞാൽ ഫേസിൽ മാത്രമല്ല ഹാൻഡ്സിലും ലെഗ്സിലൊക്കെ യൂസ് ചെയ്യും. ലൈക്ക് ഭയങ്കര ടാൻഡ് ആയിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഞാനൊരു സ്ക്രബൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ ഡീടാൻ മാസ്ക് ഇടും. ഇനി നമ്മൾ അടുത്ത സംസാരിക്കുന്നത് ആ പറഞ്ഞ സ്ക്രബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്പർ 3 നമ്മുടെ ബോഡി സ്ക്രബ്. ഇത് ബോഡി സ്ക്രബാണ്, ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതിനാദ്യം പറയാം, ബിക്കോസ് ദിസ് ഇസ് എ ഷുഗർ സ്ക്രബ്. ഇതിൻ്റെ റീൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സോ ഇത് ഉണ്ടാക്കാനും വെരി ഈസി. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. ഷുഗർ, ഹണി, പിന്നെ ഞാനിതിൽ ബോഡി ലോഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 2 പംപ്സ്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ നല്ലോണം ശ്രദ്ധിച്ച് കണ്ടു കേട്ടോ. കാരണം ഞാനിത് പറയുന്നത് മാത്രമല്ല ഇത് കാണും കൂടി ചെയ്തു, സോ ദാറ്റ് യു ഗെറ്റ് ടു നോ ഹൗ എക്സാക്ട്ലി ടു മിക്സ് ഇറ്റ്. അപ്പോൾ ബോഡി ലോഷൻ ഇസ് ജസ്റ്റ് ഫോർ ദ ഫ്രേഗ്രൻസ്, ആ ഒരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ് ബോഡി ലോഷൻ. അതല്ലാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സാധനം വെച്ചാൽ ബോഡി വാഷാണ്. ആൻഡ് ബോഡി വാഷാണ് ബേസിക്കലി നമുക്കിതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ സഹായിക്കുന്നത്. ഇനി ഈ ഒരു ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് സ്കിന്നായിരിക്കും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ഇത് വീക്ക്ലി വൺസ് മാത്രമേ ചെയ്യാവൂ. ഈ പറഞ്ഞ എല്ലാ സംഗതികളും വീക്ക്ലി വൺസ് ചെയ്താൽ മതി. പഫി ഐസിൻ്റെത് ലൈക്ക് ഐ മാസ്കിൻ്റെത് മാത്രം നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് അതിനങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല. പക്ഷേ ഈ ബോഡിയൊക്കെ നമ്മൾ ഡെയിലി എക്സ്പോലിയേറ്റ് ചെയ്യുന്ന അത്ര നല്ലതല്ല. സോ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്യാം. ഹണി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇസ് ഫോർ
ഹൈഡ്രേഷൻ. ഓക്കെ, അപ്പം ഇത് മിക്സ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് പറഞ്ഞത്, ഞാൻ താഴെ എന്തായാലും നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ തരും, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. ഹണി, ഷുഗർ, പിന്നെ ബോഡി ലോഷൻ, ബോഡി വാഷ്, ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കോഫി കൂടി ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് പിന്നെ കോഫി ആഡ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് കോഫി. പക്ഷേ ചിലർക്ക് കോഫി സ്ക്രബ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു 1 സ്പൂൺ ഓഫ് കോഫി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആൻഡ് അഗൈൻ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു. എന്താ മിസ്സായിട്ട് പോയത്? യെസ്, ഇത് ഞാൻ ഈ റീൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഷുഗർ പെട്ടെന്ന് മെൽട്ടായി പോവും, അതുകൊണ്ട് തന്നെ ഇത് അത്ര എഫക്റ്റീവ് അല്ല, അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് റൈസ് ആണെന്ന് പറഞ്ഞു തോന്നുന്നു. ആൻഡ് ദ തിങ് ഈസ്, ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ എന്ന് വെച്ചാൽ കുറച്ചൊരു എങ്ങനെ ഹൗ ഡു ഐ പുട്ട് ഇറ്റ്, കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് ഓഫ് ഷുഗറാണ്. ഭയങ്കര ഫൈൻ ആയിട്ടുള്ള ഷുഗർ ഇട്ടാൽ എന്തായാലും അത് മെൽട്ടായി പോകും. ഫൈൻ ആയിട്ടുള്ള ഷുഗർ, അതല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഒബ്വിയസ്ലി മെൽട്ടായി പോകും. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഷുഗർ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം. മാത്രമല്ല ഇതൊരു 1 യൂസിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കി വെക്കുക, അല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം അടുത്ത് വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് മാസ്കിനെ പറ്റിയിട്ട്. ദാറ്റ് ഈസ് ദ റൈസ് മാസ്ക്. ആക്ച്വലി ഈ റൈസ് മാസ്ക് ഡിറൈവ് ചെയ്തത് ഫ്രം കൊറിയ. ഇറ്റ്സ് എ കൊറിയൻ സ്കിൻ സീക്രറ്റ്. ട്രൈ ചെയ്തു, ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇത്രയും നേരം സംസാരിച്ച മാസ്കിൽ നിന്നും ഇത് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. നമുക്ക് വെറും അരി മാത്രം മതി. അപ്പം അരി എടുക്കുക, അത് വാഷ് ചെയ്യുക. അപ്പം 3rd വാഷിൽ നമുക്ക് കിട്ടുന്ന വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ റൈസ് ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക കുക്ക് ചെയ്തെടുക്കുക. കഴിഞ്ഞാൽ നമ്മളതിനെ മിക്സിയിലിടുക, ഒന്ന് എന്താ പറയുക മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക എന്നല്ലേ പറയുക അല്ലേ. കുറച്ച് ഹണി വേണമെങ്കിൽ ഒഴിക്കുക. അഗൈൻ ഹണി ഈസ് ഫോർ ഹൈഡ്രേഷൻ ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റ് ഫോർ സ്കിൻ. പക്ഷെ ഒരുപാടൊന്നും എടുക്കരുത്. ജസ്റ്റ് 1 ടീസ്പൂണൊക്കെ ഇസ് മോർ ദൻ ഇനഫ്. നിങ്ങൾ ഒരു നേരത്തേക്കല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ 1 സ്പൂൺ ഇസ് വേ മോർ ദൻ ഇനഫ്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എന്തോപോലെ ഉണ്ടാവും, പക്ഷെ സാധനം ആക്ച്വലി നൈസാണ്. അഗൈൻ 10 മിനിറ്റ്സ് കീപ്പ് ചെയ്താൽ മതി ആൻഡ് വാഷ് ഇറ്റ് ഓഫ്. നല്ല ഇത് റെഗുലർ യൂസിൽ നല്ല ഗ്ലാസ് സ്കിൻ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് റെഗുലർ ആയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ഞാൻ ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ്, അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ആൻഡ് അഗൈൻ ഇറ്റ്സ് വൈറൽ ഫോർ റീസൺ. സോ ദിസ് ഈസ് ഇറ്റ് എൻ്റെ ടോപ്പ് 4 DIY മാസ്ക്സ്. ഫേസ് മാസ്ക് ഒന്നും പറയാൻ പറ്റില്ല, DIY ഐറ്റംസ് എന്ന് പറയാം. കാരണം ബോഡി, ഫേസ്, അണ്ടർ ഐസ് എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് DIY ലൈക്ക് നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് DIY ആയിട്ടുള്ള ഐറ്റംസിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. എനിക്കറിയാം ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ഓൾറെഡി റീൽ അപ്ലോഡ് ചെയ്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇവർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നൂടെ. ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരാനാണെങ്കിൽ സത്യമായ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 4 എണ്ണം, ആ 4 എണ്ണം മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെയുള്ള കുറച്ച് DIY ഐറ്റംസ് വേണമെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഞാൻ എന്തായാലും ചെയ്യും. ബിക്കോസ് എനിക്ക് പേഴ്സണലി DIYs ട്രൈ ചെയ്യാൻ ഇഷ്ടം. നിങ്ങൾക്ക് എന്തെങ്കിലും DIY ഹോം റെമഡീസ് കയ്യിലുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ, ബിക്കോസ് ഞാൻ ട്രൈ ചെയ്യാൻ എന്നിട്ട് എനിക്ക് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ അഗൈൻ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. ആൻഡ് യെസ്, ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക, എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ പറഞ്ഞ റെസിപ്പി, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും കാര്യമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ആൻഡ് അപ്പോൾ അതും കൂടി വായിക്കുക. ബിഫോർ നിങ്ങളിത് ട്രൈ ചെയ്യുന്നതിന് മുന്നേ അത് വായിക്കുക, ബിക്കോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് വായിക്കുക, ട്രൈ ചെയ്യുക, എന്നിട്ട് ലെറ്റ് മീ നോ നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓൾവേസ് ഡു എ പാച്ച് ടെസ്റ്റ്. ഓക്കെ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, ബിക്കോസ് അഗൈൻ ഇറ്റ്സ് സ്കിൻ. എന്തിനും നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഏരിയയിൽ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതെൻ്റെ ഒരു ടിപ്പും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് യഥാശേസ്.